अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. जमात अहमदिया की मुखालफत और अहमदियों को तकलीफ़ें पहुँचाना कोई आज का या जमात अहमदिया की तारीख में माजी करीब का അഹമ്മദിയ ജമാഅത്തിനോടുള്ള എതിർപ്പും बल्कि അഹമ്മദികളെ കഷ്ടപ്പെടുത്തുന്നതും दावे के साथ ही അഹമ്മദിയ ചരിത്രത്തിൽ ഇന്നലെ തുടങ്ങിയ സംഭവങ്ങളല്ല, हज़रत मसीह अलैहिस्सलाम മറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന കാലം മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. जिनके नजदीक आपसे ज्यादा ആ മഹാത്മാവിനെ പോലെ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്നവരായി അക്കാലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. जब दावा सुना എന്നാൽ അദ്ദേഹത്തിന്റെ വാദം കേട്ടപ്പോൾ कि अल्लाह ताला ने बार-बार मुझे അള്ളാഹു എന്നോട് ഇപ്രകാരം जो मसीह में പറഞ്ഞിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ तुम ही हो, അദ്ദേഹത്തെ അനുകൂലിച്ചവർ പോലും ശത്രുക്കളായി മാറി. बंदे को खुदा से मिलाने वाले और खुदा के इस जमाने में महबूब तुम इसलिए हो कि आज तुमसे बढ़कर ഇന്ന് അദ്ദേഹത്തെക്കാളും കൂടുതലായി അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരായി ആരും തന്നെയില്ല. तुम ही हो जो आखरीन मिनहुम വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്ന പ്രവചനത്തിന്റെ സാക്ഷാത്കാരം നീ തന്നെയാണ്. जो आपको ഈ വാദങ്ങൾ കേട്ടപ്പോൾ पक्का और सच्चा मुजाहिद അദ്ദേഹത്തെ ഇസ്ലാമിന്റെ യഥാർത്ഥ പോരാളിയായി കരുതിയവരെല്ലാം അദ്ദേഹത്തിൽ നിന്നും മുഖം തിരിച്ചു എന്ന് മാത്രമല്ല, सिर्फ ये कि आपसे आंखें फेर ली, बल्कि आपको तकालीफ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാനും आपकी അദ്ദേഹത്തെ इज़ार आसानी के लिए കഷ്ടപ്പെടുത്താനും गैर मुसलमानों के साथ मिलकर उन लोगों के തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതിൽ വമ്പന്മാരായ അമുസ്ലിങ്ങളെ കൂട്ടുപിടിക്കുകയും आप अलैहिस्सलाम के खिलाफ അദ്ദേഹത്തിനെതിരിൽ കൊലക്കുറ്റത്തിന് വരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു. और उनमें बढ़ बढ़कर ആ കേസുകളിൽ अपनी गवाहियां और शहादतें पेश की। തങ്ങളുടെ സാക്ഷ്യങ്ങൾ ആ മഹാത്മാവിനെതിരിൽ അവർ വളരെ ആവേശത്തോടെ നൽകുകയും ചെയ്തു. इसका आज तक ചുരുക്കത്തിൽ ഇന്ന് വരെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ എതിർപ്പുകൾ इंडिया में ഇത് അഹമ്മദിയ ജമാഅത്തിൽ
പുത്തനൊന്നുമല്ല. आप अलैहिस्सलाम को बजाते खुद ആ മഹാത്മാവിന് തന്നെയും അദ്ദേഹത്തിന്റെ കൂടെ അല്പം ചിലർ ഉണ്ടായപ്പോൾ जालमाना मुखालिफ ഇങ്ങനെയുള്ള എതിർപ്പുകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്, कायम हुए। കേസുകൾ फिर ഉണ്ടായിട്ടുണ്ട്. आपकी जिंदगी में ही आपके मानने वालों को ആ മഹാത്മാവിന്റെ ജീവിതത്തിൽ തന്നെ से महरूम होने തന്റെ അനുയായികളുടെ ഭൗതിക സമ്പത്തുകൾ की सजा से गुजरना എതിരാളികൾ നഷ്ടപ്പെടുത്തുന്നത് बीवी बच्चों കാണേണ്ടതായി വന്നിട്ടുണ്ട്. की सजा से गुजरना पड़ा। ഭാര്യ മക്കളിൽ നിന്നും തന്റെ അനുയായികൾക്ക് അകലേണ്ടി വന്ന ദുഃഖം അദ്ദേഹത്തിന് കാണേണ്ടി വന്നിട്ടുണ്ട്. दो वफाशारों की ഏതുവരെ എന്നാൽ അദ്ദേഹത്തിന്റെ 2 ആത്മാർത്ഥ ശിഷ്യന്മാരെ शहादत കാബൂളിന്റെ മണ്ണിൽ की तकलीफ दे രക്തസാക്ഷികളാക്കിയ അതിദാരുണമായ खबर भी आपको सुनना पड़ी। സംഭവങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. उनमें से एक शहीद वो थे അതിലുള്ള ഒരു ഷഹീദ് इसे आजम खोस थे। ആ നാട്ടിലെ പണ്ഡിതന്മാരുടെ തലവനായിരുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. बड़ी इज्जत രാജാവിന്റെ ദർബാറിൽ വലിയ ആദരവ് ലഭിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. वफाशार फरिश्ता ഇങ്ങനെയുള്ള അത്യുന്നതനും बुजुर्ग सीरत മാലാഖ പോലുള്ള की खबर का सदमा അതീവ ഭക്തനുമായ പ്രിയ ശിഷ്യന്റെ വേർപാടിന്റെ ദുഃഖവും ആ മഹാത്മാവിന് സഹിക്കേണ്ടി വന്നു. अपने शहीद की शहादत पर तफसील से ആ ഷഹീദിന്റെ രക്തസാക്ഷിത്വത്തിൽ तज़किरत തദ്കിറത്തു ഷഹാദത്തൈൻ എന്ന പേരിലുള്ള ഗ്രന്ഥം എഴുതി. उनकी नेकी അതിൽ അദ്ദേഹത്തിന്റെ कबूल अहम ഗുണമഹാത്മ്യങ്ങളെക്കുറിച്ചും सादत തഖ്വയെക്കുറിച്ചും गैर मामूली സ്വീകരിച്ച സ്വീകരിച്ച സംഭവത്തെക്കുറിച്ചും के साथ ഷഹാദത്ത് शहादत के वाक़यात നടന്ന സംഭവത്തെക്കുറിച്ചും जो അത്യത്ഭുതകരമായ വിശ്വാസ സ്ഥൈര്യത്തെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം खुलासतन लेकर उन वाक़यात അദ്ദേഹത്തിന് വിവിധ ശിഷ്യന്മാരിൽ നിന്നും മറ്റും ലഭിച്ച കത്തുകളുടെ അടിസ്ഥാനത്തിൽ ഷഹാദത്തിന്റെ സംഭവങ്ങളെ ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. तेरे पर हजार അവസാനം അദ്ദേഹം പറയുന്നു, അബ്ദുൽ ലത്തീഫ്, मेरी जिंदगी നിന്നിൽ 1000 കാരുണ്യം വർഷിക്കുമാറാകട്ടെ. നീ എന്റെ ജീവിതത്തിൽ തന്നെ തന്റെ സത്യത്തിനുള്ള മാതൃക പ്രകടിപ്പിക്കുകയുണ്ടായി. फरमाते हैं നമ്മെ ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് ആ ഗ്രന്ഥത്തിൽ എഴുതുന്നു, नसीहत करते हैं कि ഞാൻ എന്റെ ജമാഅത്തിനെ ഉപദേശിക്കുകയാണ്, यानी हज़रत साहिबजादा अब्दुल ഇതേപോലുള്ള വിശ്വാസം, അതായത് ഹസരത്ത് സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാഹിബിനെ പോലെയുള്ള വിശ്വാസം കരസ്ഥമാക്കാനായി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. का और कुछ അല്പം അള്ളാഹുവിന്റേതും तब तक അല്പം ഭൗതികതയുടേതും ആക്കി मोमिन नहीं നിൽക്കുന്നിടത്തോളം കാലം അവരുടെ പേര് ആകാശത്ത് മൂമിൻ എന്നതിൽ ഉൾപ്പെടുകയില്ല. जो हर अहमदी को करनी चाहिए। और അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുആയാണ് ഓരോ അഹമ്മദിയും ചെയ്യേണ്ടത്. ഇതനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. की तारीख പ്രവാചക ചരിത്രം നമുക്കറിയാം. बताती है कि उन पर അവരിലും उनके मानने वालों पर അവരിൽ വിശ്വസിച്ചവരിലും तंगियां പ്രയാസങ്ങളും കഷ്ടതകളും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. और यहाँ तक कि हमारे आका व मौला നമ്മുടെ യജമാനർ हजरत അള്ളാഹുവിന്റെ മഹ്ബൂബുമായ वसल्लम ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് के बारे में अल्लाह ताला फरमाता है कि आपकी खातिर मैंने ज़मीन व आसमान पैदा അള്ളാഹു പറഞ്ഞത് അദ്ദേഹത്തിനായാണ് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. इन मसाइब से और तकालीफ से ആ പുണ്യാത്മാവിനും तारीख अक्सर लोग അദ്ദേഹത്തെ അംഗീകരിച്ചവർക്കും ഇങ്ങനെയുള്ള കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. माल औलाद की कुर्बानी के साथ ചരിത്രം പഠിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. जान की कुर्बानी ധനത്തിന്റെയും മക്കളുടെയും ത്യാഗം ചെയ്തത് കൂടാതെ പലർക്കും തങ്ങളുടെ ജീവൻ പോലും ത്യജിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ജമാഅത്തിൽ दौर की शिद्दत പരീക്ഷണത്തിന്റെ കഠിന നാളുകൾ വരുമ്പോൾ तारीख और सबसे പ്രവാചക ചരിത്രം, आ हजरत വിശിഷ്യ वसल्लम തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തിരുസഖാക്കളുടെയും ചരിത്രവും के नमूने നമുക്ക് പഠിപ്പിക്കുന്നത് दिलाता है। ക്ഷമയും സഹനവും കൈക്കൊണ്ട് തിരജിത്തത പ്രകടിപ്പിക്കുക എന്നതാണ്. साथ ही അതോടൊപ്പം पर भी कायम ഈ പരീക്ഷണത്തിന്റെയും कि ये പരീക്ഷയുടെയും കാലഘട്ടം इम्तिहान के दौर ഭാവി വിജയത്തിന്റെ गलबे വഴിയൊരുക്കുന്നതാണ് माल करने के लिए आते हैं। എന്ന സന്തോഷവാർത്തയും തീർച്ചയായും നൽകുന്നുണ്ട്. ईमान में तरक्की നമ്മെ വിശ്വാസത്തിൽ बढ़ाते चले जाने के അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട്
മുന്നേറാൻ വേണ്ടിയാണ് ഇതെല്ലാം വരുന്നത്. से अपने ताल्लुक അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം ഒന്നുകൂടി मजबूत करते चले जाने के लिए आते हैं, ഊട്ടി ഉറപ്പിക്കാനാണ് ഇത് വരുന്നത്. दुआओं की तरफ നമ്മെ ദുആയിൽ के लिए आते हैं. കൂടുതൽ ശ്രദ്ധ തിരിക്കുവാനാണ് ഇതെല്ലാം വരുന്നത്. सहाबा रिजवानुल्लाह अलैहि സഹാബാക്കൾ ने जान माल वक्त की कुर्बानियां ജീവനും के रास्ते ധനവും സമയവും എല്ലാം नहीं किया. ഇസ്ലാമിന്റെ വിജയമാർഗത്തിൽ ത്യാഗം ചെയ്തിട്ടുണ്ട്. इस्लाम का അതിലൊരു സംശയവുമില്ല. और फतुहात എന്നാൽ ഇസ്ലാമിന്റെ വിജയം ഈ പരീക്ഷണങ്ങളുടെ ഫലം മാത്രമായിരുന്നില്ല. बल्कि उन मुसलमानों അള്ളാഹുമായി പ്രത്യേക ബന്ധമുണ്ടായിരുന്ന दुआओं के लिए സഹാബാക്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. और सबसे बढ़कर हजरत ഇതിലെല്ലാം ഉപരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളുടെ യാമങ്ങളിൽ के पाए हिला दिया करते थे, അർഷിനെ പോലും ഇളകുമാറുള്ള जो खुदा ताला ദുആ ചെയ്തിരുന്നു. അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ആ പ്രവാചകന്റെ പ്രാർത്ഥനകൾ कर दिया था. ഈ വിജയത്തിന്റെ പിന്നിലുണ്ട്. की दुआओं ने ആ മഹാത്മാവ് തന്റെ സർവ്വതും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിൽ പൂർണ്ണ വിലയം പ്രാപിച്ച വ്യക്തിയുടെ പ്രാർത്ഥനയായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിപ്ലവം സംജാതമാക്കിയത്. इस प्यारे की എന്നാൽ दुआओं के जरिए അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ഈ വ്യക്തിയുടെ ദുആയുടെ ഫലമായി और फतुहात का ഇസ്ലാമിന് ലഭിച്ച വിജയം 50-60 साल 19 വർഷത്തോളം सदियों का था. അതല്ലെങ്കിൽ 1-2 നൂറ്റാണ്ടുകളോളം മാത്രം പരിമിതമാണോ? അല്ല, ഒരിക്കലുമല്ല. जब तक തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം खातमुल अंबिया ഖിയാമത്ത് നാൾ വരെ ഖാത്തമുൽ അംബിയ എന്ന സ്ഥാനപ്പേരിന് ഉടമസ്ഥനായതുകൊണ്ട് क़यामत ഈ വിജയം नहीं आना था. ഖിയാമത്ത് നാൾ വരെ ആ മഹാത്മാവിന് അർഹതപ്പെട്ടതാണ്. एक अंधेरा जमाना बीच में आया, ഇടയിൽ ഇരുണ്ട ഒരു യുഗം വന്നു എന്നത് ശരി തന്നെ, लेकिन आखिरी അത് കഴിഞ്ഞു കടന്നു. എന്നാൽ ആഖരീങ്ങളിലേക്ക് सादिक के തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയെ के അള്ളാഹു അയച്ചുകൊണ്ട് फिर वो दौर शुरू होना था जिसने इस्लाम ആദ്യകാല മുസ്ലിങ്ങൾ वही नजारे ദർശിച്ച അതേ വിജയം जो कुरून उला के मुसलमानों, വീണ്ടും ഇവിടെയും ദർശിക്കേണ്ടിയിരിക്കുന്നു. लेकिन जैसा कि मैंने कहा कुरून उला के मुसलमानों ने എന്നാൽ ആദ്യ മുസ്ലിങ്ങളായ സഹാബത്ത് सबसे बढ़कर और फिर വളരെ കൂടുതലും ताबईन ने, वो लोग जिन्होंने सहाबा തുടർന്ന് താബിഈങ്ങളും और फिर वो लोग जिन्होंने उनसे फैज पाया, അതിനുശേഷം सबका इन्हिसार വന്ന താബിഈങ്ങളും എല്ലാം ആശ്രയിച്ചിരുന്നത് ना कि अपनी कोशिश അള്ളാഹുവിന്റെ അസ്തിത്വത്തിലാണ്, തങ്ങളുടെ പ്രവർത്തനത്തിലല്ല. जोर देते थे, അതിനായി അവർ തങ്ങളുടെ ദുആകളിൽ വളരെ ഊന്നൽ നൽകിയിരുന്നു. जाते थे. തങ്ങളുടെ രാത്രികളെ ദ്വാ മുഖേന അലങ്കരിച്ചിരുന്നു. खास तौर पर ആഖിരീങ്ങളുടെ കാലഘട്ടത്തിൽ जंग और जहाद का खात्मा हो गया വാളിന്റെയും ആയുധങ്ങളുടെയും യുദ്ധം അവസാനിച്ചിരിക്കെ ദ്വാക്ക് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. और इसको हर अहमदी को अपने सामने रखना चाहिए. ഇക്കാര്യം ഓരോ അഹമ്മദിയും തന്റെ മുന്നിൽ കാണേണ്ടതാണ്. इल्मी जिहाद का है, വൈജ്ഞാനിക ജിഹാദിന്റെ കാലമാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. और दलाइल की अहमियत है. തെളിവുകൾക്കാണ് സ്ഥാനമുള്ളത്. अलैहिस्सलाम ने इन ब्राहीन और दलाइल से ഈ തെളിവുകളാകുന്ന ആയുധം കൊണ്ട് ജമാഅത്ത് അംഗങ്ങളെ ആ മഹാത്മാവ് സായുധരാക്കിയിട്ടുണ്ട്. ഇസ്ലാമിന്റെയും कुरान की अजीम വിശുദ്ധ ഖുർആന്റെയും മഹത്തായ അധ്യാപനത്തെ നേരിടാൻ ആരാലും സാധ്യമല്ല. എന്നാൽ ब्राहीन भी तब काम आएंगे ഈ അറിവും ताला के തെളിവും എല്ലാം फजल हो പ്രയോജനപ്പെടുന്നത് और അള്ളാഹുവിന്റെ കൃപ ഇറങ്ങുമ്പോഴാണ്. मदद करने के लिए അള്ളാഹുവിന്റെ ഫളിനെ ആകർഷിക്കാനായി और दुआओं അവന്റെ മുമ്പിൽ കുമ്പിടുകയും अदा करने की ദുആ करना जरूरी है. അതർഹിക്കും വിധം ചെയ്യാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. जहां दूसरे मज़ाहब के सामने അഹ്മദിയ ജമാഅത്ത് तरी साबित करने മറ്റ് മതസ്ഥരുടെ മുമ്പാകെ ഇസ്ലാമിന്റെ മഹത്വം സ്ഥാപിക്കാൻ മുൻനിരയിലാണ്. के मुखालफीन പ്രത്യക്ഷവും പരോക്ഷവുമായ എതിരാളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. दुनिया के सामने ലോകത്തിന്റെ മുമ്പാകെ वसल्लम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ മുഖം की सीरत के हिस्से പ്രദർശിപ്പിച്ചുകൊണ്ട് ആ മഹാത്മാവിന്റെ ജീവിതത്തിന്റെ ഹൃദയവർജകമായ മാതൃകകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. आप पर हम ശത്രുക്കളുടെ ആക്ഷേപങ്ങൾ
മറുപടി പറയുക എന്നത് മാത്രമല്ല, ആ മഹാത്മാവിനെ ആക്ഷേപിക്കുന്നവർക്ക് അവരുടെ അവസ്ഥ എന്താണെന്ന് തെളിയിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനെതിരുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്നു. വിശുദ്ധ ഖുർആന്റെ ശ്രേഷ്ഠത മറ്റ് മത ഗ്രന്ഥങ്ങളുടെ മേൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജർമ്മനിയിൽ പോപ്പ് ഇസ്ലാമിനും വിശുദ്ധ ഖുർആനും എതിരിലും ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഇവിടെ ജർമ്മനിയിൽ വെച്ച് തന്നെയാണ് ആക്ഷേപിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ജമാഅത്ത് ജർമ്മനിയോട് പറഞ്ഞിരുന്നത് ഇതിന് മറുപടി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ്. അങ്ങനെ ഇതിനുള്ള മറുപടി ജർമ്മൻ ജമാഅത്ത് തയ്യാറാക്കി. പലരും ചേർന്നാണ് ഇത് തയ്യാറാക്കിയത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല മറുപടിയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റൊരു മുസ്ലിം കക്ഷിക്കും തന്നെ ഈ രീതിയിൽ വിശദമായ ഒരു മറുപടി തയ്യാറാക്കാനോ ചുരുങ്ങിയ മറുപടി തയ്യാറാക്കാനോ സാധിച്ചിട്ടില്ല. അമേരിക്കയിൽ ഇസ്ലാമിന്റെ അധ്യാപനത്തിനെതിരിൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരുന്ന പാതിരിയുടെയും ഇസ്ലാമിനെതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്ന എഴുത്തുകാരുടെയും ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി. അവരെ വെല്ലുവിളിക്കുകയുണ്ടായി. എന്നാൽ അവരാരും തന്നെ രംഗത്ത് വന്നില്ല. പോളണ്ടിലും ഡെൻമാർക്കിലും ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി. അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ എതിരാളികളോട് നാം പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ആളുകളും നമ്മുടെ എതിരാളികളായിരിക്കുകയാണ്. എതിർപ്പിന്റെ കാര്യത്തിൽ എല്ലാ അതിർവരമ്പുകളെയും അവർ മറികടന്നുകൊണ്ടിരിക്കുകയുമാണ്. മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേരിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തിന്റെ പേരിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാത്മാവിന്റെ ജമാഅത്തിനെ ക്രൂരവും മൃഗീയവുമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ നാമധാരികളായ പണ്ഡിതവർഗം ഇക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തസിക്റത്തു ഷഹാദത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതി, കാബൂൾ അമീർ മൗലവിമാരെ ഭയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. മുല്ലാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാബ് ഷഹീദാക്കിയത്. അമീറിന്റെ ഉള്ളിൽ അദ്ദേഹത്തോട് ആദരവ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ നാട്ടിലെ ഭരണാധികാരി ആയിരുന്നിട്ടുകൂടി അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത് ആ മുല്ലാവർഗമായിരുന്നു. ഇതേപോലെ ഇന്ന് പാകിസ്ഥാനിൽ ഭരണകൂടവും ജനങ്ങളും ഈ അക്രമികളായ പണ്ഡിതന്മാരുടെ കളിപ്പാട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഗവൺമെന്റിലെ അധികം മെമ്പർമാരും മനുഷ്യത്വം അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ഉലമാ വർഗത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്നവരാണ്. ഇന്ന് പാകിസ്ഥാനിൽ താമസിക്കുന്ന അഹമ്മദി തന്റെ ജീവന്റെയും സമ്പത്തിന്റെയും നഷ്ടത്തിൽ മാത്രമല്ല ദുഃഖിതർ. കാരണം പല അഹമ്മദികളും എഴുതുന്നത് ഇവയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കൈകുമ്പിളിൽ കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ജീവനെ തൊട്ടുള്ള കളി സാധാരണമായിരിക്കുകയാണ്. അത് അത്ര ഭയമില്ലാത്ത ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നത് ഈ അക്രമികളായവർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ അനുചിതവും താണ രീതിയിലുമുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരോപണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. വലിയ വലിയ പോസ്റ്ററുകൾ അവർ പ്രസിദ്ധപ്പെടുത്തുന്നു. ഗവൺമെന്റിന്റെ കെട്ടിടങ്ങളിൽ അവ ഒട്ടിച്ചു വെക്കുന്നു. അനുചിതമായ രീതിയിൽ എന്നത് സാധാരണ ഒരു വാക്കാണ്. വളരെ താണതും നിർലജ്ജവുമായ ആക്ഷേപങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒരു മാന്യനായ വ്യക്തിക്ക് വായിക്കാനോ കേൾക്കാനോ അത് സാധ്യമല്ല. ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഈ പരസ്യ പോസ്റ്ററുകൾ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടുള്ള
ദുഃഖത്തിനേക്കാളും വലിയ ദുഃഖമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. लाउड स्पीकरों पर सुनकर, ഞങ്ങളെ ഇത് गंदा അസ്വസ്ഥമാക്കും. लिटरेचर देखकर ഇവരുടെ സഭ്യേതര വാക്കുകൾ आंसू होता है। ലൗഡ് സ്പീക്കറുകളിൽ കേട്ടും ലേഖനങ്ങൾ വായിച്ചും ഞങ്ങളുടെ ഹൃദയം और अरबाब രക്തക്കണ്ണീർ വർക്കുകയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും कह देते हैं ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടാൽ അവർ കേട്ട ഭാവം നടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് सबर കൈമലർത്തുന്നു. और हौसले की बड़ी अजीम और नई दास्तान ഏതായിരുന്നാലും पाकिस्तान में रहने वाले ക്ഷമയുടെയും സ്ഥൈര്യത്തിന്റെയും ദീർഘമായ കഥന കഥകളാണ് പാകിസ്ഥാനിലെ അഹമ്മദികൾ എഴുതി ചേർക്കുന്നത്. खेज बनाने का एक ही जरिया है। ഈ ക്ഷമയുടെ അവസ്ഥയെ ഫലപ്രദമാക്കി മാറ്റാൻ ഒരേയൊരു മാർഗമേയുള്ളൂ, അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക. ദ്വാ മുഖേന पाए हिलाने के लिए നിങ്ങളുടെ സുജൂദിന്റെ ഇടം നനയ്ക്കുക. पैदा करने की जरूरत है। അള്ളാഹുവിന്റെ അർശിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതിന് अलैहिम के लिए फतुहात സഹാബാക്കളുടെ അവസ്ഥ കൈവരിക്കേണ്ട ആവശ്യമാണുള്ളത്. അതാണ് അവർക്ക് വിജയം നൽകിയിരുന്നത്. आज दुआएं हैं जो हमारे इन लोगों के हमारे दिलों को ഇന്ന് चरके लगाने ഇവർ നമ്മുടെ और हमलों से महफूज रख सकती ഹൃദയത്തിനേൽപ്പിക്കുന്ന ഈ നീറ്റലിനെ ഇല്ലാതാക്കുന്നതും അവരുടെ അക്രമത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതും ദുആ ഒന്ന് മാത്രമാണ്. से महफूज रख सकती मुखालफीन ഈ ദുആ മാത്രമാണ് അവരിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയുള്ളൂ. എതിരാളികൾ रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के नाम पर ഇസ്ലാമിന്റെ പേരിലും अहमदियत दुश्मनी ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അഹമ്മദിയത്തിനോടുള്ള ശത്രുതയിൽ ദ്രുതഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അതേ വേഗത്തിൽ ദുആയിൽ നമുക്ക് മുന്നേറേണ്ടിയിരിക്കുന്നു. അതിനേക്കാളും കൂടുതൽ വേഗതയിൽ നമുക്ക് മുന്നേറേണ്ടിയിരിക്കുന്നു. जल्द जल्द എന്നാൽ മാത്രമാണ് അള്ളാഹുവിന്റെ ഫضലിനെ ആകർഷിക്കുന്നവരായി നാം മാറുകയുള്ളൂ. खास तौर पर तवज्जो दिलाना चाहता हूँ। പാകിസ്ഥാനിൽ താമസിക്കുന്ന അഹമ്മദികളെ ഞാൻ ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. आम दुआएं नहीं बल्कि दुआओं खास दुआओं की तरफ സാധാരണ ദുആ പോരാ, पहले से മറിച്ച് പ്രത്യേക ദുആകളിലേക്ക് നിങ്ങൾ മുഴുകുക. മുമ്പത്തേക്കാൾ ഉപരി ശ്രദ്ധിക്കുക. हफ्ते में एक नफली रोजा ഈ പ്രാർത്ഥനയോടൊപ്പം ആഴ്ചയിൽ ഒരു നഫൽ നോമ്പും പിടിക്കുക. तरह दुनिया में बस ഇതേപോലെ पाकिस्तानी अहमदी भी ലോകത്ത് താമസിക്കുന്ന പാകിസ്ഥാനി അഹമ്മദികൾ बहुत ज्यादा നിങ്ങളുടെ പാകിസ്ഥാനിലെ അഹമ്മദി സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നിരതരാവുക. ഇതേപോലെ ലോകത്തുള്ള പാകിസ്ഥാനികളല്ലാത്ത മുഴുവൻ അഹമ്മദികളും अपने पाकिस्तानी अहमदी भाइयों के लिए बहुत दुआएं करें। നിങ്ങളുടെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്കായി ദുആ അധികരിപ്പിക്കുക. അല്ലാഹു തആല ഈ അക്രമകാരികളെ വേഗത്തിൽ ഇല്ലാതെയാക്കട്ടെ. അങ്ങനെ നാട്ടിൽ വേഗത്തിൽ ശാന്തിയും സ്വസ്ഥതയും നിലനാട്ടപ്പെടട്ടെ. അള്ളാഹുവിന്റെ വരിഷ്ഠദാസനെതിരിൽ झूठ और मुगलज़ात ഉന്നയിക്കപ്പെടുന്ന കളവുകളും അശ്ലീലങ്ങളും उनका खात्मा അവസാനിക്കുമാറാകട്ടെ. बच जाए। അങ്ങനെ ഈ നാട് രക്ഷപ്പെടുമാറാകട്ടെ. അതല്ലാതെ ഈ നാട് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗവും കാണുന്നില്ല. पाकिस्तानी अहमदियों का പാകിസ്ഥാനി അഹമ്മദികൾക്ക് വേണ്ടി गैर पाकिस्तानी പാകിസ്ഥാനികളല്ലാത്ത അഹമ്മദികളും ദുആ ചെയ്യേണ്ടതാണ്. जिन्होंने കാരണം അത് അവരുടെ അവകാശമാണ്. ഇവരാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നത്. यकीनन जब इस्तिरारी कैफियत में दुआएं की जाएं വ്യസനത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു കേൾക്കുന്നതാണ്. जब हज़रत मसीह मौऊद अलैहिस्सलातु वस्सलाम ഇന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ हो रही है, അപമര്യാദയോടുള്ള इससे ज्यादा और कौन सी तकलीफ है പെരുമാറ്റത്തിന്റെ प्यार पैदा करेगी। അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. आज हर अहमदी को ഇതിനേക്കാളും കൂടുതൽ നമ്മെ വിഷമിപ്പിക്കുന്നത് മറ്റെന്താണുള്ളത്? അതുകൊണ്ട് ഇന്ന് ഓരോ അഹമ്മദിയും ताला कभी ഗതിമുട്ടിയവനെ പോലെ ദുആ ചെയ്യുക. കാരണം ഗതിമുട്ടിയവന്റെ പ്രാർത്ഥനകൾ അള്ളാഹു ഒരിക്കലും തിരസ്കരിക്കുന്നതല്ല. कि खुदा ताला ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചറിയാനുള്ള ഒരടയാളമായി പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ ദൈവം की दुआ सुनता है। അസ്വസ്ഥരുടെ ദുആ കേൾക്കുന്നവരാണ്. അവൻ പറയുന്നു, अम्मन युजीबुल मुस्तर्रा इज़ा അമ്മൻ യുജീബുൽ മുളത്തറ ഇസാ ദഅഉ. फिर फरमाते हैं याद रखो कि ഓർക്കുക, खुदा ताला बड़ा बेनियाज है।
അള്ളാഹു ആരെയും വകവെക്കാത്തവനാണ് എന്ന കാര്യം से ഓർക്കുക. नहीं की जाती, തുടർച്ചയായും കൂടുതലായി ദുആ ചെയ്യാത്തിടത്തോളം അവൻ ശ്രദ്ധിക്കുകയില്ല. ആരുടെയെങ്കിലും ഭാര്യയോ കുട്ടിയോ രോഗിയാണെങ്കിൽ, या किसी पर അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കേസിൽ വല്ലവരും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ इस्तराब होता है, അവർ എന്തുമാത്രം അസ്വസ്ഥരായിരിക്കും. सच्ची तड़प അതേപോലെ ദുആയിൽ യഥാർത്ഥ ആവേശവും താല്പര്യവും അസ്വസ്ഥതയും ശരിക്കും ഉണ്ടായിത്തീരുന്നില്ലയോ, അതുവരെ അത് ഫലശൂന്യവും വ്യർത്ഥവുമായ കാര്യമായിരിക്കും. സ്വീകരിക്കപ്പെടണമെങ്കിൽ ഗതിമുട്ടിയ ഒരവസ്ഥ ഉണ്ടായിത്തീരേണ്ടതാണ്. അള്ളാഹു പറയുന്നു, അമ്മൻ യുജീബുൽ മുളത്തറ ഇദാ ദഅഊ. हर अहमदी को അതുകൊണ്ട് ഓരോ അഹ്മദിയും അസ്വസ്ഥരായി इस्तरारी हालत, ഇക്കാലത്ത് ദുആ ചെയ്യുക. और फिर पाकिस्तान के പാകിസ്ഥാനിലെ അഹ്മദികൾ को तो खास तौर पर बहुत ज्यादा करनी चाहिए. പാകിസ്ഥാനിലെ അവസ്ഥ വെച്ചുകൊണ്ട് വളരെ കൂടുതൽ ഈ ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. अहमदियों पर അഹ്മദികളോടുള്ള इंतहा ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയും और അസ്വസ്ഥതയോടുകൂടി ദുആ ഇരക്കുക. और जैसा कि मैंने कहा, पाकिस्तान के रहने वाले अहमदी तो ഞാൻ പറഞ്ഞതുപോലെ इजहार बाज जगह कर भी रहे हैं. പാകിസ്ഥാനിലെ അഹ്മദികൾ ഈ വ്യസനങ്ങൾ ചില സ്ഥലങ്ങളിൽ ചില അഹ്മദികൾ പ്രകടിപ്പിക്കാറുണ്ട്. इजहार होना चाहिए. मजीद ഇതിനെ കൂടുതൽ പ്രകടമാക്കുക. ഓരോ അഹ്മദിയും खालिस होकर നിഷ്കളങ്കരായിക്കൊണ്ട് जुल्मों से निजात के लिए दुआ അക്രമികളുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്രാപിക്കാനായി यही हमारे ദുആ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ആയുധം ഇത് മാത്രമാണ്. ഇതിലേക്കാണ് പലപോരും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളതും. എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. आपने मुझे 4ാം ഖിലാഫത്ത് കാലത്ത് ഞാൻ റബുവയിൽ ആയിരുന്നപ്പോൾ അന്ന് എന്നെ ഖലീഫത്തുൽ മസീഹ് റാബി നാസിർ അയല ആയി നിയമിച്ചിരുന്നു. പാകിസ്ഥാനിലെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ദുആ ചെയ്തു. അന്നുള്ള അവസ്ഥ का उशरे शीर भी नहीं ഇന്നത്തെ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. ഇന്ന് വളരെ മോശമായ അവസ്ഥയാണ്. की आवाज आई. അന്ന് സ്വപ്നത്തിൽ എനിക്ക് ഇപ്രകാരം ഒരു അശരീരി ഉണ്ടായി. പാകിസ്ഥാനി അഹമ്മദികൾ अल्लाह ताला 100% നിഷ്കപടമായ चंद रातों की അള്ളാഹുവിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് ദുആ ഇരക്കുകയാണെങ്കിൽ അല്പം രാത്രിയിലെ ദുആ മുഖേന ഈ അവസ്ഥ മാറുന്നതാണ്. दिन से ही ജമാഅത്തംഗങ്ങൾ अपनी हालत തങ്ങളുടെ അവസ്ഥ ശരിയാക്കണമെന്നും और दुआओं की तरफ ദുആയിൽ കൂടുതൽ ഊന്നൽ നൽകണമെന്നും ഞാൻ തുടക്കം മുതൽ ജമാഅത്തങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. मजमून ഞാൻ അറിയാതെ തന്നെ എന്റെ എല്ലാ വിഷയവും തന്നെ ഇതിലേക്കാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. यकीनी बात है कि इंशाअल्लाह ताला ഇൻഷാ അല്ലാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നൽകിയിരിക്കുന്ന വിജയത്തിന്റെ വാഗ്ദാനം പുലരും എന്നത് തീർച്ചയാണ്. ഇൻഷാ അല്ലാഹ് അത് ना सिर्फ पूरा हो रहा है बल्कि हो रहा है. പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. और पाकिस्तान में जमात, എന്നാൽ लेकिन जमात को दुआओं की तरफ बहुत तवज्जो की जरूरत है. ഇതിനായി വളരെ കൂടുതൽ ദുആ ചെയ്യേണ്ടതാണ്. उनका नजारा हम पाकिस्तान में भी देखते हैं. ഇത് പൂർത്തിയാകുന്നതിന്റെ അടയാളം പാകിസ്ഥാനിലും നാം കാണും. नामसाद हालात അവിടെയുള്ള അവസ്ഥ വളരെ പ്രതികൂലമായിരുന്നിട്ടുകൂടി तरक्की की तरफ അവിടെ ജമാഅത്ത് പുരോഗതിയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ ഓരോ പയറ്റും जिस ഓരോ വെട്ടും से किया जाता है, എത്രമാത്രം ശക്തിയോടും ഏതൊരു ഉദ്ദേശത്തോടും കൂടിയാണോ ചെയ്യുന്നത്. അള്ളാഹു അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവർക്ക് അവസരം നൽകുന്നില്ല. ശത്രുക്കളുടെ പദ്ധതി വളരെ ഭയാനകമാണ്. उसका वादा है अल्लाह ताला का. और अल्लाह ताला महज രക്ഷിക്കും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. इत्तला हमें ഈ പ്രയാസങ്ങൾ നമ്മെ शिद्दत से മുമ്പത്തേക്കാൾ ഉപരി वाले होने चाहिए. അള്ളാഹുവിനോട് സഹായം തേടുന്നവരാക്കി മാറ്റേണ്ടതാണ്. अल्लाह ताला से मदद मांगे. हमारा हर बच्चा जवान നമ്മുടെ ഓരോ കുട്ടിയും യുവാവും മുതിർന്നവരും സ്ത്രീ പുരുഷന്മാരും इंसानी जज्बात और ख्वाहिशात തങ്ങളുടെ ദേഹത്തുകളെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ताला के हुक्मों അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ मुकम्मल പൂർണ്ണമായും തലകുനിച്ചുകൊണ്ട് पाकर സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള കടമാപാലനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക.
അങ്ങനെയാണെങ്കിൽ जालिम और जुल्म ഈ അക്രമികളും हमारी आंखों के അക്രമവും इंशाअल्लाह ताला फना നമ്മുടെ മുമ്പിൽ നാശമടയുന്നതാണ്. अल्लाह ताला की तकदीर ने तो इंशाअल्लाह ताला गालिबाना है, അള്ളാഹുവിന്റെ വിധി തന്നെയാണ് लेकिन इस तकदीर ഇൻഷാ അല്ലാഹ് വിജയിക്കുക. में എന്നാൽ ഈ വിധി നടപ്പിൽ വരുത്തുന്നതിനുള്ള बाज दफा കാലതാമസം ചിലപ്പോൾ വ്യക്തികളുടെ പ്രവർത്തനവും ദുആയും ആശ്രയിച്ചിട്ടായിരിക്കും. करना पड़ता है। ചിലപ്പോൾ ഒരു തലമുറക്ക് തന്നെ കാത്തിരിക്കേണ്ടതായി വരും. ये इशारा करे അള്ളാഹു ഈ കാര്യം നടപ്പിൽ मैंने तो इस काम को करना ही है। വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, लेकिन अगर तुम्हें जल्दी है तो फिर अपने अंदर എന്റെ തീരുമാനം പെട്ടെന്ന് നടപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ फैसला के जो मैंने मुकद्दर किया हुआ है जल्द पूरा करने के लिए एक इनकलाब पैदा करो। നിങ്ങൾ अपनी तबीयतों में एक നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുക. अल्लाह ताला के पैगाम അള്ളാഹുവിന്റെ സന്ദേശത്തെ നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. बस आए और आज अपनी दुआओं से അതുകൊണ്ട് വരിക, अर्श के पाए हिलाएं, നിങ്ങളുടെ ദുആ മുഖേന അള്ളാഹുവിന്റെ कोशिश करें അർശിനെ കുലുക്കുക, അതിനായി പരിശ്രമിക്കുക. सारे खालिस होकर നമ്മിൽ ഓരോരുത്തരും തന്നെ പൂർണ്ണമായും അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക. നമുക്കായി हमारे लिए जोश में है। പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൂടി ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. ഈ അക്രമങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. पैदा नहीं होता 100% ആളുകളിലും शरीयत में വിപ്ലവം സംജാതമാകുന്നില്ലെങ്കിൽ തന്നെ നമ്മിലുള്ള ഭൂരിഭാഗം ആളുകളിലും हो जाए ഈ മാറ്റമുണ്ടായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തആല നമുക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ വിജയത്തിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. दुआ നാം എല്ലാവരും ദുആയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരായി തീരട്ടെ. इसके आदाब को भी नमत അതോടൊപ്പം ദുആയുടെ മര്യാദകൾ പാലിക്കുന്നവരുമായി തീരട്ടെ. जल्द से जल्द അങ്ങനെ അള്ളാഹുവിന്റെ ഫദ്ലിനെ വേഗത്തിൽ करने वाले बन सकें। ആകർഷിക്കുന്നവരായി നാം മാറട്ടെ. हमारे दिल में ना आए ഞങ്ങൾ ഇത്രമാത്രം ദുആ ചെയ്തിട്ടും फिर भी खुदा എന്തുകൊണ്ട് അള്ളാഹു ഇവയൊന്നും സ്വീകരിക്കുന്നില്ല എന്ന ചിന്തയൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത്. दुआएं कबूल फरमा रहा है। അള്ളാഹു ദുആ സ്വീകരിക്കുന്നുണ്ട്. हमारी मामूली നമ്മുടെ നിസ്സാര हमारी मामूली कोशिशों को ദുആകളെ, अपनी रहमत നിസ്സാര പ്രവർത്തനങ്ങളെ इतने फल തന്റെ लगा പ്രത്യേക റഹ്മത്ത് കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് വളരെ കൂടുതൽ ഫലം നൽകുന്നു. यकीन बढ़ता है। ഇത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. तो जैसा कि मैंने कहा അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ യഖീൻ വർദ്ധിച്ചു വരികയാണ്. मंसूबे പാകിസ്ഥാനിൽ ശത്രുക്കൾ പല നിഗൂഢ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് നിത്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. मामले में उनकी कामयाबी എന്നാൽ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു വിജയവും ലഭിക്കുന്നില്ല. फिर पाकिस्तान में ही जमात अल्लाह ताला के फजल से പാകിസ്ഥാനിൽ ജമാഅത്ത് വിശ്വാസത്തിൽ വർദ്ധിച്ചു മുന്നേറുന്നു. बेशुमार फजल അള്ളാഹുവിന്റെ അതിരറ്റ മറ്റ് ഫضലുകളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. और फिर दुनिया में जिस तरह अल्लाह ताला ലോകത്ത് ജമാഅത്തിനെ तारफ करवा रहा है അള്ളാഹു और तरक्की പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ये भी अल्लाह ताला के വിജയങ്ങൾ അള്ളാഹു കാണിച്ചു തരുന്നു. मामूली कोशिश ഇവയെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമാണ് ഇവയെല്ലാം. बात ये है कि अगर किसी के जहन में ये हल्का सा भी शायबा है മറ്റൊരു കാര്യം, नाउजुबिल्लाह അള്ളാഹു നമ്മുടെ ദുആകൾ കേൾക്കുന്നില്ലെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ അല്പമെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ इस्तिग़फ़ार करनी चाहिए। അവർ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. अल्लाह ताला मालिक है और हमारा അള്ളാഹു മാലിക്കാണ് എന്ന് നാം മനസ്സിലാക്കണം. मांगते चले जाए। നമ്മുടെ ജോലി മാലിക്കിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. इसके भी कुछ आदाब हैं जिन्हें हमें അതിൽ ചില ചിട്ടകളുണ്ട്, അതിനെ നാം പാലിക്കേണ്ടതാണ്. हमारा काम അത് പൂർത്തിയാക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. दुआ के आदाब ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആയുടെ അദബുകളെ കുറിച്ച് हमें खास तौर पर तवज्जो दिलाते हैं। നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. आपने हमें बताया कि दुआ करते ആ മഹാത്മാവ് പറയുന്നു, थककर मायूस नहीं होना चाहिए, ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും ക്ഷീണിച്ച് നിരാശരാകരുത്. कभी बज़नी അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും कि वो सुनते അവൻ കേൾക്കില്ല എന്ന ദുർധാരണ ഉണ്ടാകരുത്. तो दुआओं की कबूलियत ദുആ സ്വീകാര്യതക്ക് പ്രകൃതി നിയമമനുസരിച്ച് അതിൻ്റെതായ സമയമെടുക്കും. नहीं അതോടൊപ്പം ദുആ ചെയ്യുമ്പോൾ ആവശ്യപ്പെടുന്ന അതേ രീതിയിൽ തന്നെ അതിന്റെ സ്വീകാര്യത പ്രകടമാകണമെന്നില്ല. അള്ളാഹു മറ്റു രീതിയിൽ और തന്റെ
സ്നേഹത്തിന്റെ हाल फरमाता है, പ്രകടനം जैसा कि मैंने കാണിക്കുന്നതായിരിക്കും. कि दुनिया की तरक्कियात में ജമാഅത്തിന്റെ ലോകത്തുള്ള വിജയത്തിൽ पाकिस्तान के പാകിസ്ഥാനി അഹമ്മദികളുടെ ത്യാഗവും പ്രാർത്ഥനയും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. कि बंदे को अपने हाल पर भी गौर करना चाहिए. മൂന്നാമത്തെ കാര്യം, ദുആ സ്വീകരിക്കണമെങ്കിൽ ഓരോരുത്തരും തന്നെ തന്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് തന്റെ ശിരസിനെ പൂർണ്ണമായും അവൻ അള്ളാഹുവിന്റെ സവിധത്തിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. एक जगह दुआ ഇങ്ങനെ ചിന്തിച്ചാൽ हुए हज़रत मसीह मौद अलैहिस्सलाम फरमाते हैं, തെറ്റ് മനുഷ്യന്റേതാണെന്ന് മനസ്സിലാക്കുന്നതാണ്. मांगने के वास्ते ദുആയുടെ അദബുകളെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, बादशाह അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതും അനിവാര്യമാണ്. ബുദ്ധിമാനായ വ്യക്തി രാജാവിനോട് വല്ലതും ചോദിക്കുമ്പോൾ എപ്പോഴും ഉപചാരങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. किस तरह അതുകൊണ്ടാണ് സൂറ ഫാത്തിഹയിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അവൻ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, അവൻ സർവ്വലോകത്തിന്റെയും പരിപാലകനാകുന്നു. അവൻ അർ റഹ്മാനാണ്, ചോദിക്കാതെ യാചിക്കാതെ നൽകുന്നവനാണ്. അർ റഹീം, മനുഷ്യന്റെ പ്രവർത്തനത്തിന് അതിൻ്റെതായ ഫലം നൽകുന്നവനാണ്. हसना മാലിക് യൗമിദ്ദീൻ, ശിക്ഷയും രക്ഷയും അവന്റെ കരങ്ങളിലാണ്. രക്ഷിക്കാനും ശിക്ഷിക്കാനും അവകാശം അവനുണ്ട്. चाहे मारे. ഈ ലോകത്തെയും പരലോകത്തെയും ശിക്ഷയും തൽപ്രതിഫലവും दुनिया की भी उसके हाथ, എല്ലാം അവന്റെ പക്കലാണുള്ളത്. एक जज़ा सजा इस दुनिया की है, രണ്ടും അവന്റെ കരങ്ങളിലാണ്. उसी के हाथ में. എത്രമാത്രം മനുഷ്യൻ फरमाया कि അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ इंसान का അവന് സ്വയം അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാകുന്നു. അവൻ റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്. मान है, ഇത്രയും ഉന്നതനായ നാഥനെ ഞാൻ ഇതേവരെ മറഞ്ഞിരിക്കുന്നവനായി അംഗീകരിച്ചു വരികയാണ്. यानी ये दुआ ഈ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഈ സിഫത്തുകളിലുള്ള വിശ്വാസം അദൃശ്യത്തിലുള്ള വിശ്വാസമായിരിക്കും. और फिर തുടർന്ന് उसे हाजिर नाजर जानकर पुकारता है. ये पहली हालतें അവൻ പ്രത്യക്ഷവും മുമ്പിലുള്ളവനുമായി കരുതിക്കൊണ്ടാണ് बिलगैब होता അവനെ വിളിക്കുന്നത്. और उसको ആദ്യം അള്ളാഹുവിനെ फिर अल्लाह അവൻ അദൃശ്യനായി ताला हाजिर नाजर കരുതിക്കൊണ്ടാണ് जानता है, अपने सामने बैठा वो देखता है. ഈ ഗുണങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. इहदिना सिरातल मुस्तकीम. പിന്നീട് അവൻ തന്റെ ഭാവനയിൽ അള്ളാഹുവിന് മുമ്പിൽ കാണുന്നു. എന്നിട്ട് പറയുന്നു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു വിധത്തിലുള്ള വക്രതയും ഇല്ലാത്ത ചൊവ്വായ മാർഗം. बंदों की होती है कि അന്ധരുടെ ഒരു വഴിയുണ്ട്. चाहते हैं और नतीजा कुछ नहीं, ചിലർ അധ്വാനിച്ച് और एक ക്ഷീണിച്ചു പോകുന്നു, അവർക്കൊരു റിസൾട്ടും തന്നെ ലഭിക്കുന്നില്ല. मेहनत करने से മറ്റൊരു മാർഗം എന്നത് नतीजा मुरत्तब होता है. അധ്വാനത്തിന്റെ ഫലം കാണുന്നു. नमता अलैहिम, यानी उन लोगों की राह തുടർന്ന് പറയുന്നു, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, मुस्तकीम है. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അതാണ് സിറാത്തെ മുസ്തഖീം. അതിലൂടെ ചരിക്കുമ്പോഴാണ് പാരിതോഷികങ്ങൾ ലഭിക്കുന്നത്. गजब हुआ തുടർന്ന് ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപം ഇറങ്ങിയവരുടെ മാർഗമല്ല, വലല്ലാലീൻ, നിന്നിൽ നിന്നും അകറ്റപ്പെട്ടവരുടെ മാർഗവുമല്ല. ചുരുക്കത്തിൽ ദുആ ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ, മര്യാദകൾ എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. रब रहमान रहीम. അള്ളാഹുവിന്റെ അടിസ്ഥാന ഗുണങ്ങളായ റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ, और जब इन सिफात पर कामिल അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ സിഫത്തുകളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇബാദത്തിലും ദുആയിലും പൂർണ്ണ ശ്രദ്ധ ഉണ്ടായിത്തീരുക. उससे ദാസൻ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുന്നവനായിത്തീരുന്നു. के असूल के लिए അള്ളാഹു തന്റെ വരിഷ്ഠദാസർക്ക് जिनसे अल्लाह ताला കനിഞ്ഞരുളുന്ന बंदों को नवाजता है അനുഗ്രഹങ്ങൾക്കായി അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. कि मेरा कोई फेल, कोई अमल अल्लाह ताला के गजब को എന്റെ ഒരു പ്രവൃത്തിയും തന്നെ അള്ളാഹുവിന്റെ കോപത്തിനും വെറുപ്പിനും കാരണമായി തീരരുത്. हमेशा എപ്പോഴും അള്ളാഹുവിന്റെ ഭയം മനസ്സിലുണ്ടായിരിക്കണം. बंदा इस कोशिश में होता है कि कभी मैं അള്ളാഹുവിൽ നിന്നും ഒരിക്കലും അകലാതിരിക്കാനാണ് ഒരു ദാസൻ എപ്പോഴും ശ്രമിക്കുക. को भुलाने वाला അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ
വരാതിരിക്കാൻ और इनामात नजदीक നാം ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ നാം ശ്രമിച്ചാൽ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ഇത് മുഖേന അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും സമീപസ്ഥമാക്കപ്പെടുന്നതാണ്. വിജയത്തിന്റെ ദൃശ്യങ്ങൾ കാണുമാറാകുന്നതാണ്. ശത്രുക്കളുടെ നാശവും തകർച്ചയും വ്യക്തമായി കാണുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ വരിക, खालिस होकर മുമ്പത്തേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുക, अगर പൂർണ്ണമായും അവന്റെ മുമ്പിൽ കുമ്പിടുക. यहाँ तक पहुंच गया है, നമ്മുടെ ശത്രുക്കൾ हम भी അതിരുകളെ അതിലംഘിച്ചിട്ടുണ്ടെങ്കിൽ इस्लाम के നാമും इस मिसरे ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ कि नेहा हम हो गए यारे नेहा में, നമ്മുടെ പ്രിയതമനായ അള്ളാഹുവിന്റെ സവിധത്തിൽ പൂർണ്ണമായും ഗുപ്തരായുക. उससे അള്ളാഹുവിൽ വിലയം പ്രാപിച്ചുകൊണ്ട് तो वो दौड़ता हुआ आएगा, സഹായം നാം ചോദിക്കുമ്പോൾ तो बाहु बर्बाद कर देगा। അവൻ ഓടി വരികയും നമ്മുടെ എതിരാളികളെ തകർക്കുകയും ചെയ്യുന്നതാണ്. बंदा जो अल्लाह ताला से खालिस ताल्लुक रखने वाला है, അള്ളാഹുവിനോട് പ്രത്യേകമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിക്ക് बादशाह के दरबारियों को रात के तीरों से, രാജകിങ്കരന്മാരെ दुआओं से അള്ളാഹുവിന്റെ അർശിനെ വിറകൊള്ളിക്കുന്ന രാത്രിയിലെ പ്രാർത്ഥനകൾ മുഖേന പരാജയപ്പെടുത്താനും उन्हें घुटने അവരെ പിന്തിരിപ്പിക്കാനും സാധിച്ചുവെങ്കിൽ उन दरबारियों को ये कहने पर मजबूर कर सकता है നിങ്ങളുടെ तीरों का मुकाबला नहीं कर सकते। तो हम രാത്രിയിലെ ഈ ആയുധത്തെ നേരിടാൻ ഞങ്ങൾക്കാവില്ലെന്ന് പറയിപ്പിക്കാമെങ്കിൽ जो हज़रत मसीह मौऊद अलैहिस्सलाम के मानने वाले हैं, जिनको अल्लाह ताला ने ये ഞാൻ खबरी दी थी, നിന്റെയും तेरे നിന്റെ പ്രിയരുടെയും കൂടെയുണ്ട് എന്ന് അള്ളാഹു സുവാർത്ത നൽകിയ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ, രാത്രിയിലെ അമ്പുകളെ കൊണ്ട് लेकिन शायद ശത്രുക്കളെ നേരിടുകയാണെങ്കിൽ തീർച്ചയായും വിജയം നമ്മുടേതായിരിക്കും. जिसकी वजह से ആ ഭക്തന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ രാജകിങ്കരന്മാർ खौफ तंग करना അദ്ദേഹത്തിന്റെ രാത്രിയിലെ ദുആയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. और अपनी जगह पर, കാരണം അവരിൽ നന്മയുണ്ടായിരുന്നു. लेकिन इन लोगों को അങ്ങനെ അവർ ആക്രമിക്കാനുള്ള തങ്ങളുടെ തീരുമാനം മാറ്റുകയുണ്ടായി. പാട്ടും കൂത്തും के നിർത്തി. नाम पर എന്നാൽ ഇന്ന് പണ്ഡിതരെന്ന് പറയപ്പെടുന്ന ഈ മുല്ലാവർഗം नाम पर സർവലോകർക്കും കാരുണ്യവാനായ പ്രവാചകന്റെ പേരിൽ जुल्म का बाजार गर्म किए हुए हैं। അക്രമത്തിന്റെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഇവരിൽ ना खुदा पर यकीन, നന്മയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാതായിരിക്കുകയാണ്. इनसे तो അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, റസൂലിലും വിശ്വാസമില്ല. ഇവരിൽ നിന്നൊരു പരിവർത്തനവും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇവർക്ക് വിധിച്ചിരിക്കുന്നത് നാശം മാത്രമാണെന്ന് തോന്നുന്നു. हमारे रात के तीरों से ഇത് നമ്മുടെ രാത്രിയിലെ അമ്പുകളാൽ മാത്രമാണ് സാധ്യമാവുക. गुलाम हैं, जिनको खुदा ताला ഞാൻ നിന്റെയും जैसा कि നിന്റെ പ്രിയരുടെയും കൂടെയാണെന്ന് അള്ളാഹു സുവാർത്ത നൽകിയ മുഹമ്മദ് മസീന്റെ ശിഷ്യരാണ് നാം. को खालिस होकर पुकारेंगे, നാം നമ്മുടെ പ്രിയനായ അള്ളാഹുവിനെ പൂർണ്ണമായി അവനിൽ ലയിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ നമ്മുടെ രാത്രിയിലെ അമ്പുകളെ ശത്രുക്കളിലേക്ക് തൊടുത്തുവിടുമ്പോൾ തീർച്ചയായും അള്ളാഹു തന്റെ പ്രത്യേകമായ ശക്തിപ്രഭാഗം പ്രകടമാക്കുന്നതാണ്. അതുകൊണ്ട് ദുആയാകുന്ന ഈ ആയുധം ദൃഢവിശ്വാസത്തോടും कामिल यकीन और खालिस होकर काम ले, പൂർണ്ണ സമർപ്പണത്തോടും കൂടി ആരാണോ ഉപയോഗിക്കുന്നത് कोई शक नहीं ആർക്കും തന്നെ അതിനെ നേരിടാൻ കഴിയുകയില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവാണ് അയച്ചതെന്നും जो भेजे हुए और उसके फरिश्तादे हैं, അദ്ദേഹം അള്ളാഹുവിന്റെ വരിഷ്ഠദാസനാണെന്നതിലും जो आह ഒരു സന്ദേഹവുമില്ല. वसल्लम की റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ खुदा से मिलाने ഇക്കാലത്ത് ദാസരെ അള്ളാഹുമായി ബന്ധപ്പെടുത്താനാണ് के अल्लाह ताला के आप അദ്ദേഹം വന്നതെന്ന കാര്യത്തിലും पूरे होंगे और जरूर पूरे യാതൊരു സംശയമില്ല. അതിനാൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ തീർച്ചയായും പൂർത്തിയാകുന്നതാണ്. അതിലും യാതൊരു സംശയമില്ല. ഇൻഷാ അള്ളാഹ് शक नहीं അള്ളാഹു തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുമോ എന്നതിൽ അല്പം പോലും സന്ദേഹം നമുക്കില്ല. और जरूर फरमाता है। അവൻ തീർച്ചയായും തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. जैसा कि मैंने कहा, അവന്റെ വാഗ്ദാനത്തിൽ അവൻ സത്യവാനാണ്. वसलाम के दावा से ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ मुखालफतों की आंधियां വാദം മുതൽ
ഇന്ന് വരെ എതിർപ്പിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രമെന്നാൽ രണ്ടാം ഖിലാഫത്ത് കാലത്ത് ഖാദിയാനെ പൂർണ്ണമായും തകർത്തെറിയുമെന്ന് വരെ ചിലർ വീരവാദം മുഴക്കിയിരുന്നു. അതിനുശേഷം ഒരാൾ അധികാരത്തിന്റെ മത്ത് പിടിച്ചുകൊണ്ട് ജമാഅത്തിന്റെ കൈകളിൽ ഭിക്ഷാപാത്രം പിടിപ്പിക്കുമെന്നും വാചകമടിച്ചിരുന്നു. മറ്റൊരു വ്യക്തി അധികാരത്തിന്റെ ഹുങ്കിൽ അഹമ്മദിയത്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വേരോടെ പിഴുതെറിയുമെന്ന് സത്യം ചെയ്തു. എന്നാൽ അവസാനം എന്തായി? ഇന്ന് അഹമ്മദിയത്ത് 200 രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഈ പ്രസ്ഥാനം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ്. ഇസ്ലാമാകുന്ന തോട്ടത്തിന്റെ സേചനത്തിനായി തന്റെ പ്രിയനെ ഇക്കാലത്ത് അള്ളാഹു അയച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ അവൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ നിമിഷവും തന്നെ നാം അള്ളാഹുവിന്റെ സഹായങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വല്ല വ്യാകുലതയുമുണ്ടെങ്കിൽ അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വരിഷ്ഠദാസനാണോ അല്ലയോ എന്നതല്ല. അതല്ലെങ്കിൽ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നില്ല എന്നതുമല്ല. നമുക്കുള്ള ചിന്ത നാം നമ്മുടെ കർത്തവ്യങ്ങൾ അതർഹിക്കും വിധം നിറവേറ്റുന്നുണ്ടോ എന്നതായിരിക്കണം. നാം ദുആയിൽ ശ്രദ്ധിക്കുന്നവരാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. അള്ളാഹുവിലേക്ക് ശരിക്കും തിരിയുന്നവരാണോ അല്ലയോ നാം എന്ന് ചിന്തിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി കുമ്പിടുന്നവരാണോ അല്ലയോ എന്ന് നോക്കണം. നാം നമ്മുടെ ഡ്യൂട്ടികൾ നിർവഹിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ നിന്ദ്യവും ജുഗുപ്സാവഹുമായ വാക്കുകൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വെറും ദുഃഖം രേഖപ്പെടുത്തുന്നവരും ഹൃദയത്തിൽ അസ്വസ്ഥതയെ ബാഹ്യമായി പ്രകടിപ്പിക്കുന്നവരും മാത്രമാകാതെ നമ്മുടെ രാത്രിയിലെ ദുആ മുഖേന അള്ളാഹുവിന്റെ വിധിയെ വേഗത്തിൽ നമുക്കായി പ്രത്യക്ഷപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുന്നവരായി നാം മാറേണ്ടതാണ്. വ്യക്തിപരമായും കൂട്ടായ രീതിയിലും അള്ളാഹുവിന്റെ ഫളിനെയും കാരുണ്യത്തെയും നമ്മിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അർശിനെ വിറകൊള്ളിക്കുന്ന ദുആകൾ ചെയ്യുന്നവരായി നാം മാറട്ടെ. നിങ്ങൾ പോയി ഈ മർദ്ദിതരെ സഹായിക്കുക എന്ന് അള്ളാഹു മലക്കുകൾക്ക് കൽപ്പന നൽകുന്ന അവസ്ഥ എത്തട്ടെ. റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫന്തസിർ, എന്റെ നാഥ ഞാൻ പരാജിതനാണ്, എന്റെ പ്രതികാരം നീ ശത്രുക്കളോട് ചെയ്താലും വസഹിക്കും തസ്ഹീക, നീ അവരെ തുണ്ടം തുണ്ടമാക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന മർദ്ദിതരും നിരാലംബരുമായി എന്റെ ദാസരെ നിങ്ങൾ സഹായിക്കുക എന്ന് അള്ളാഹു മലക്കുകൾക്ക് കൽപ്പന നൽകുമാറാകട്ടെ. ഇവരെ ഭൂരിപക്ഷം അവരുടെ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിൽ അക്രമത്തിന് കുറിമാനമാക്കുകയാണ്. ഭരണാധികാരികൾ അധികാരത്തിന്റെ തണലിൽ എല്ലാവിധ മൗലിക അവകാശങ്ങളും ഇവർക്ക് നിഷേധിക്കുകയാണ്. അവരെ മതത്തിന്റെ കരാറുകാർ എന്ന് അവകാശപ്പെടുന്ന നാമധാരികളായ മുല്ലാവർഗം ഇസ്ലാമിന്റെ പേരിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന് വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റ് ഇത്രമാത്രമാണ്. ഞാൻ അയച്ച ഒരു വിളിയാളിന്റെ വിളി അവർ കേൾക്കുകയും അദ്ദേഹത്തിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങൾ ചെന്ന് ഇവരെ സഹായിച്ചുകൊണ്ട് ഇവർ എന്റെ ശബ്ദത്തിന് ഉത്തരം നൽകുന്നവരാണെന്നും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക. അതിനാൽ ഇവരുടെ സംരക്ഷകൻ ഞാനാണ്, ഇവരുടെ സഹായിയും ഞാനാണ്. എന്റെ ഈ പ്രഖ്യാപനം ഇന്നും സത്യമാണ്. അതായത് ഫനിഅമൽ മൗല ഫനിഅമൻ നസീർ എന്നുള്ളത്. എത്ര നല്ല യജമാനനും എത്ര നല്ല സഹായിയും ഇവരുമായി നേരിടുന്നവർ തീർച്ചയായും എന്റെ പിടിയിൽ വരുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ സ്നേഹപ്രകടനം ലഭ്യമാകണമെങ്കിൽ ഓരോ അഹമ്മദിയും അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുക, ദുആ ചെയ്യുക. അങ്ങനെ അള്ളാഹുവിന്റെ അർശിൽ നിന്ന്
നമ്മുടെ ശത്രുക്കൾക്കെതിരിൽ നമ്മെ സഹായിക്കാനുള്ള കൽപ്പന ഇറങ്ങുമാറാകട്ടെ. നമ്മൾ ബലഹീനരാണ്. ഇവർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഉപയോഗിക്കുന്ന നിർലജ്ജമായ വാക്കുകൾക്ക് പ്രതികാരം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, അത് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ള ഒരേ ഒരു ചികിത്സ ഇത് മാത്രമാണ്. അത് നിങ്ങളുടെ സുജൂദിന്റെ ഇടം കണ്ണീർ കൊണ്ട് നനക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ യജമാനനും നിരാശ്രയരുടെ ആശ്രിതനും മർദ്ദിതരുടെ സഹായിയുമായ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിനെ വിളിക്കുക. അള്ളാഹു ബലഹീനരും നിരായുധരുമായ ഭരണീയരുമായ പാപങ്ങളെ അധികാരത്തിന്റെ സോപാനങ്ങളിൽ എത്തിച്ചു. ആ അള്ളാഹു ബലഹീനരും നിരായുധരുമായ ഭരണീയരുമായ പാപങ്ങളെ അധികാരത്തിന്റെ സോപാനങ്ങളിൽ എത്തിച്ചു. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രവും അവരിലേക്ക് തന്നെ അവൻ തിരിച്ചുവിടുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവെ, ഇന്ന് ഞങ്ങൾ നിന്റെ റഹ്മത്തിനെയും നിന്റെ പ്രതാപത്തെയും മുൻനിർത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വിശ്വസിക്കുന്നുവെന്ന് വാദിക്കുന്ന ആളുകൾ അവരുടെ സുഖാഡംബരത്തിനും വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിന്റെ മർദ്ദിതരായ ദാസർക്ക് ഈ ഭൂമിയെ ഇടുക്കിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിനെ മുള്ളുകളും ഘോരവനങ്ങളുമാക്കി മാറ്റിയിരിക്കുകയാണ്. നിന്റെ പ്രത്യേക കാരുണ്യത്തിൽ ഇതിനെ നീ ഞങ്ങൾക്ക് സ്വർഗമാക്കി മാറ്റണമേ. ഇതിനെ പൂന്തോട്ടമാക്കി ഞങ്ങൾക്ക് മാറ്റണമേ. തഖ്വയിൽ മുന്നേറുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഒരിക്കലും അവസാനിക്കാത്ത നിന്റെ സായുജ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദുആകളെ എപ്പോഴും നീ സ്വീകരിക്കണമേ. മുസ്ലിം ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകളെയും മുല്ലായിസത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിപ്പിച്ച് അവരെ നിന്റെ ഹബീബിന്റെ പ്രേമിയുടെ ജമാഅത്തിൽ പ്രവേശിപ്പിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. അത് മുഖേന ഉത്തമ സമുദായമെന്ന കർത്തവ്യം മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കാൻ സാധിക്കുമാറാകട്ടെ. ദുനിയാവിന് അക്രമത്തിൽ നിന്നും മോചനം ലഭിക്കുമാറാകട്ടെ. കാരുണ്യവാനിൽ ഏറ്റവും കാരുണ്യവാനായ നാഥ, ഞങ്ങളോട് കരുണ ചെയ്തുകൊണ്ട് ഇതിനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമേ. ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. ഈ അക്രമികളുടെ അക്രമത്തിന് ഒരു അഹമ്മദി കൂടി പാകിസ്ഥാനിൽ ഇരയായി. കുറച്ചു ദിവസം മുമ്പ് ഇദ്ദേഹത്തെ ഷഹീദാക്കി. മാസ്റ്റർ റാണ ദിലാവർ ഹുസൈൻ സാഹിബിനെയാണ് ഷഹീദാക്കിയത്. ഇദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഷരീഫ് സാഹിബാണ്. ഷേഖ്പുര നിവാസിയാണ്. മാസ്റ്റർ ദിലാവർ ഹുസൈൻ സാഹിബ് 1969 ജൂലൈ 25 ജനിച്ചത്. നാട്ടിൽ തന്നെ പ്രാഥമിക പഠനം നടത്തി. PA പഠിച്ചു. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തു. स्कूल के अंदर आए, क्लासरूम के अंदर आए कातिल, और आप पर फायर की, एक गोली गर्दन में लगी और पेट में लगी. 2011 ഒക്ടോബർ 1 ശനിയാഴ്ചയാണ് 11:30 മണിക്ക് അജ്ഞാതരായ ഒരാൾ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ വന്നു. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് റൂമിൽ വന്ന് വെടിവെക്കുകയുണ്ടായി. കഴുത്തിലും വയറ്റിലുമാണ് വെടിയേറ്റത്. അങ്ങനെ അദ്ദേഹം ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്കൂളിൽ വളരെ സീരിയസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് വഫാത്തായത്. ഇദ്ദേഹം നവ അഹമ്മദിയായിരുന്നു. മതകാര്യങ്ങളിൽ നേരത്തെ തന്നെ താല്പര്യമുണ്ടായിരുന്നു. സത്യം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. വിവിധ പണ്ഡിതരുമായി കാണുകയും പുസ്തക വായനയിൽ മുഴുകുകയും ചെയ്തിരുന്നു. മുസ്ലിം കക്ഷികളെ കുറിച്ചുള്ള റിസർച്ച് അദ്ദേഹം സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. തൽപ്രകൃതവും അതോടൊപ്പം വ്യക്തിപരമായി അന്വേഷണം നടത്തിയതും കാരണം ഇന്ന് കണ്ടുവരുന്ന എല്ലാ ബിദ്അത്തുകളെയും പയ്യത്തിനു മുമ്പേ ഉപേക്ഷിച്ചിരുന്നു. ഇസ്ലാമിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. ഖത്തം ഖുർആന്, മന്ത്രിക്കല്, ഏലസ് കെട്ടല് പോലെയുള്ള വിവിധ അനാചാരങ്ങൾ എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. തന്റെ ബന്ധുക്കളോടും ഇതെല്ലാം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞു ഉപേക്ഷിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ മുഖേനയാണ് അഹമ്മദിയത്തിന്റെ സന്ദേശം അദ്ദേഹത്തിലെത്തിയത്. ജമാഅത്തിനെ കുറിച്ച് അന്വേഷിക്കാനായി തന്റെ ബന്ധുക്കളുടെ കൂടെ പല പ്രാവശ്യം അദ്ദേഹം റബുവയിൽ വന്നിട്ടുണ്ട്. ജമാഅത്തിന്റെ വിവിധ സാഹിത്യങ്ങൾ പഠനവിധേയമാക്കിയതോടൊപ്പം MTA-യിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകൾ കാണുകയും ചെയ്തിരുന്നു. അവിടെ വെച്ചൊരു പ്രസിദ്ധ അഹമ്മദിയുമായി അദ്ദേഹം പരിചയപ്പെടുകയും
അദ്ദേഹവുമായി നിരന്തര ബന്ധം വെച്ചു പുലർത്തുകയും ചെയ്തു. मुझे मौत आए और मैं കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ ഇതിനെക്കുറിച്ച് പഠിച്ച് എന്നിട്ട് ബയ്യത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ ബയ്യത്ത് വാങ്ങുക, മരണം എപ്പോൾ വരുമെന്ന് അറിയില്ല, ജഹാലത്തിന്റെ മരണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ബയ്യത്ത് വാങ്ങുക. 29 സെപ്റ്റംബർ 2010 കുടുംബസമേതം അദ്ദേഹം ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിന്റെ മടിത്തട്ടിലേക്ക് വരികയുണ്ടായി. बंद हो गए। ബയ്യത്ത് ചെയ്തതിനു ശേഷം അഭൂതപൂർവമായ രീതിയിൽ ധാർമ്മികവും ആത്മീയവുമായ മാറ്റം പ്രകടമായി. നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായി എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാൻ തുടങ്ങി. തന്റെ മക്കളോടും അതിനായി ഉപദേശിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഖിലാഫത്തിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. ബൈഅത്തിന് ശേഷം വീട്ടിൽ MTA സ്ഥാപിച്ചു. സ്വയം കാണുകയും അതോടൊപ്പം കുട്ടികളെ കൂടെ ഇരുത്തിക്കൊണ്ട് കാണിപ്പിക്കുകയും ചെയ്തിരുന്നു. MTA-യിലെ साथी टीचर्स की दावतों का एहतमाम फरमाया। കൂടുതൽ പരിപാടികളും കണ്ടിരുന്നു. से इनका राब्ता തബ്ലീഗിൽ നല്ല ആവേശമായിരുന്നു. തന്റെ ബന്ധുക്കളെയും CDs और MTA और കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരെയും खुद भी പ്രത്യേകം ക്ഷണിച്ച് ദാവത്ത് നടത്തിയിരുന്നു. പ്രാദേശിക മുബല്ലിഗുമായി അവരെ തുടർച്ചയായി ബന്ധപ്പെടുത്തിയിരുന്നു. करने के मामले में കൂടാതെ ജമാഅത്തിന്റെ CD-യും പുസ്തകങ്ങളും മറ്റും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പല പുസ്തകങ്ങളും സ്വയം വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. തബ്ലീഗ് കാര്യത്തിൽ ധൈര്യശാലിയായിരുന്നു എന്നൊരു മുബല്ലിഗ് എനിക്ക് എഴുതുകയുണ്ടായി. ഖലീഫമാരുടെയും मुरब्बियान और मौलवी ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പേര് വരുമ്പോൾ ഫോട്ടോ കാണുമ്പോഴും അവരിലുള്ള വിശ്വാസം അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ ദൃശ്യമായിരുന്നു. മുബല്ലിഗുമാരോടും മുഅല്ലിമുമാരോടും ജമാഅത്തിന്റെ ഭാരവാഹികളോടും പ്രത്യേക ആദരവായിരുന്നു. അതിഥി സൽക്കാര പ്രിയനായിരുന്നു. ജുമാ അനുഷ്ഠിക്കാൻ കൃത്യമായി കുട്ടികളെയും കൂട്ടിപ്പോകുമായിരുന്നു. छोटा बेटा मुरब्बी बने। കുട്ടികളുടെ തർബിയത്ത് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. हर कुर्बानी के लिए हर वक्त तैयार रहते थे। ചെറിയ മകനെ മുബല്ലിഗ് ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. बड़ी എല്ലാ ത്യാഗങ്ങൾക്കും എപ്പോഴും തയ്യാറായിരുന്നു. अजीजों और रिश्तेदारों ബയ്യത്തിന് ശേഷം ചന്തകളിലെല്ലാം दिया, അംഗമായി. लेकिन इस बाइकाट ബയ്യത്തിന് ശേഷം ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബന്ധുമിത്രാദികൾ അദ്ദേഹത്തെ ബൈക്കാട്ട് ചെയ്തു. आखिर इनके ഇതുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. लेकिन मौलवियों के पास तो कोई दलील नहीं, आजज आ जाते थे वो। വീട്ടുകാര് പല പണ്ഡിതരെയും കൊണ്ടുവന്ന് ചർച്ച ചെയ്യിപ്പിച്ചു. എന്നാൽ അവരുടെ പക്കൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. के सामने അവർ പരാജയപ്പെട്ടു പോകും. और जब मौलवियों को कुछ बात न बनी तो कुफर के फतवे और वाजिबुल कत्ल के ഇദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ മുല്ലാക്കൾ ഒരു സമ്മേളനം നടത്തി. അതിൽ ഒറ്റയ്ക്ക് ഇദ്ദേഹം പങ്കെടുക്കാൻ പോയി. लेकिन आप മുല്ലാക്കൾക്ക് മറുപടി ഇല്ലാതായപ്പോൾ കുഫർ ഫത്വ പുറപ്പെടുവിച്ചു. ചിലർ കൊല്ലണമെന്ന് ഫത്വ നൽകി. और उनको എന്നിട്ടും ये से बात ഭയപ്പെടാതെ ആ ജൽസയിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. मौलवियों के पास कोई दलील नहीं थी। आखिर वो गालियां देकर वहां से चले गए। അദ്ദേഹം തെളിവുകൾ നിരത്തി തന്റെ വാദം തെളിയിക്കാൻ जो वफात पाक ശ്രമിച്ചു. പക്ഷേ മുല്ലാക്കൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ചീത്ത പറഞ്ഞ് അവിടെ വിട്ടുപോയി. ആദ്യത്തെ ഭാര്യ വഫാത്തായതിനു ശേഷം दो बेटियां पैदा हुई। ആദ്യത്തെ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. 15 साल 9 അതിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. കുട്ടികളുടെ പ്രായം 17, 12, 9, 5 എന്നിവയാണ്. अल्लाह ताला मरहूम के दर्जात बुलंद फरमाए और इनके बीवी बच्चों को भी इस्तिकामत अता फरमाए, ईमान में तरक्की दे, അള്ളാഹു नासिर हो। പരേതന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഭാര്യ മക്കൾക്ക് സ്ഥിരത നൽകുമാറാകട്ടെ. വിശ്വാസത്തിൽ വർധനവ് നൽകുമാറാകട്ടെ. അള്ളാഹു തന്നെ അവരുടെ സംരക്ഷകനും സഹായിയുമായി തീരട്ടെ. ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ജുമാക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുന്നതാണ്. अब्दुल जब्बार साहब രണ്ടാമത്തെ ജനാസ നമ്മുടെ റബുവയിലെ ഫദ്ലെ ഉമർ ഹോസ്പിറ്റലിലെ ഒരു ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന അബ്ദുൽ ജബ്ബാർ സാഹിബിന്റേതാണ്. ഒക്ടോബർ 4 അദ്ദേഹം വഫാത്തായി. इलाज तो हो रहा കുറെയായി രോഗിയായിട്ട് ഹൃദയരോഗമായിരുന്നു. बात हुई, लेकिन इस तकलीफ के बावजूद ചികിത്സ നടന്നുകൊണ്ടിരുന്നു. उसलूबी से अंजाम देते थे। 69 വയസ്സിലാണ് വഫാത്തായത്. 40 साल तक फजल उमर ഇതെല്ലാമായിരുന്നിട്ടുകൂടി, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഭംഗിയായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. 45 വർഷം ഫദ്ലെ ഉമർ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തിട്ടുണ്ട്. सालिस के ഖലീഫത്തുൽ മസീഹ് मौका मिला। സാലിസ്
റഹ്മത്തുള്ളാഹി തആലയെ പരിപാലിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങുന്ന ആളായിരുന്നു. ആശുപത്രി ജോലിക്കാരിൽ രോഗികളുമായി ഏറ്റവും നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. രോഗികളും ഇദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹു പരാതിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ നാസിർ അഹമ്മദ് സഫർ സാഹിബിന്റേതാണ്. ഇദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ജമാഅത്തിന്റെ സേവനം വിവിധ സന്ദർഭങ്ങളിൽ ചെയ്യാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. റിട്ടയർമെന്റിന് ശേഷം വഖഫ് ചെയ്തതുപോലെ ജമാഅത്തി പ്രവർത്തനങ്ങളിൽ മുഴുകി. പ്രദേശവാസികളുമായി നല്ല ബന്ധമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസ്, ഖലീഫത്തുൽ മസീഹ് റാബിയും ഞാനും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കാരണം വിവിധ ജോലികൾക്കായി ഇദ്ദേഹത്തെ അയക്കാറുണ്ടായിരുന്നു. പൊതു പ്രവർത്തകൻ കൂടിയായിരുന്നു. പലരുമായി ബന്ധപ്പെടാൻ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പദവികൾ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഈ ജനാസകളെല്ലാം ഞാൻ നമസ്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.